അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അൽഹംദുലില്ലാ ബഹ്റൈൻ മീഡിയ സിറ്റി അഹ്ലൻ റമദാൻ എന്ന ശീർഷകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം അള്ളാഹു വിജയത്തിലാക്കി കൊടുക്കട്ടെ. റമദാനിന്റെ 1 മുതൽ തുടങ്ങി വെച്ച ഈ ഒരു പ്രോഗ്രാം എല്ലാ ആളുകളിലേക്കും വിജ്ഞാനത്തിന്റെ മൊഴിമുത്തുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളിലും ഇതെത്തുമ്പോൾ അവരുടെ ഖൽബിൽ മാറ്റമുണ്ടാകുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാക്കി അള്ളാഹു ഇതിനെ മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാ റമദാൻ അതിന്റെ 1ാമത്തെ 10 പകുതി കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. റഹ്മത്തിന്റെ 10 അള്ളാഹു റഹ്മത്ത് കൊണ്ട് ചുരുങ്ങിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മുടെ ആഖിറം വെളിച്ചമാകണം, നമ്മുടെ ഖൽബ് ശുദ്ധിയാവണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവണം. നല്ല മക്കളായി വളരാൻ നമ്മളെപ്പോഴും ദുആ ചെയ്യണം. ദീനിന്റെ വെളിച്ചത്തിലൂടെ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും വിജ്ഞാനം തേടിക്കൊണ്ട് ഒരു വഴിയിൽ പുറപ്പെട്ടാൽ, വിജ്ഞാനം തേടിക്കൊണ്ട് ഒരാൾ പുറപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി അവനക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് അറിവ് മുഖ്യമായ ഒരു ഘടകമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അറിവ് ഇല്ലായ്മ എന്നുള്ളത്. അറിവ് ഇല്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് ഡോക്ടറുടെ അറിവ് കിട്ടുന്നുണ്ട്, വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. അഡ്വക്കറ്റിന്റെ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. അങ്ങനെ എഞ്ചിനീയറുടെയും അങ്ങനെ ഓരോ മേഖലകളിലുള്ളവർക്കും അതിൻ്റെതായ അറിവുകൾ ഇന്ന് എല്ലാ നിലക്കും സ്വായത്തമാക്കാൻ, എല്ലാ നിലക്കും ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഒരുപാട് കൂടുതലാണ്. ഇന്ന് അറിവുകൾക്ക് ദാരിദ്ര്യമില്ല. ഇന്ന് അറിവുണ്ട്, പക്ഷേ ആ അറിവിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളിൽ ഓരോരുത്തരുടെയും നമ്മൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. അതുകൊണ്ട് ആ അറിവ് നമുക്ക് ഉപകാരപ്പെടണം. അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൽമു നാഫിയാവണം, അറിവ് നമുക്ക് ഉപകാരപ്രദമാവണം. നമ്മുടെ മക്കൾക്ക് അറിവ് ഉപകാരപ്രദമാവണം. നമ്മുടെ മക്കളെ ഇന്ന് കഴിയുന്നത്ര നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. നല്ല സമ്പത്ത് കൊടുത്തുകൊണ്ട്, നല്ല എഡ്യൂക്കേഷൻ, നല്ല ഫീസുകൾ കൊടുത്തുകൊണ്ട് അവർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പഠിപ്പിക്കുന്ന അറിവ് നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. എപ്പോഴും നമ്മളെ മക്കളെ കൊണ്ട് നമ്മൾ പ്രാർത്ഥിപ്പിക്കണം. അവർ ഓരോ പഠനം കഴിഞ്ഞാലും ഓരോ സെക്ഷനുകൾ കഴിയുമ്പോൾ എപ്പോഴും പഠിക്കുമ്പോഴും ആ പഠനം കഴിഞ്ഞ ഉടനെ അവരോട് നമ്മൾ ദുആ ചെയ്യാൻ പറയണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ. നാഫിഅ ഇൽമ്, അറിവ് ഉപകാരപ്പെടുന്ന ഇൽമ്, ആ അറിവാക്കി ഞങ്ങളുടെ അറിവിനെ നീ മാറ്റണം. ഞങ്ങൾ പഠിക്കുന്ന പഠനത്തെ നീ മാറ്റണം. നമ്മൾ ഓരോരുത്തരും എന്ത് പഠിക്കുമ്പോഴും നമ്മൾ ആ പഠനം നമുക്ക് ഉപകാരപ്രദമായ അറിവായിരിക്കണം. അതിനൊരിക്കലും ഉപദ്രവത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പഠിക്കുന്ന ഓരോ ഇൽമും നമുക്ക് നാഫിയായി കിട്ടണം. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. അതിനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വ അമലൻ മുതഖബ്ബല. അല്ലാഹു സ്വീകരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം. അതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. ഓരോ രക്ഷിതാവും തന്റെ മക്കളിൽ നിന്ന് നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളെ നല്ല രീതിയിൽ അവർ പഠിക്കുന്നതിനോടൊപ്പം ആ അറിവ് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിലവരെ വ്യാപൃതരാക്കണം. അങ്ങനെയുള്ള മക്കളായി വളരണം. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഈ ഒരു പ്രവർത്തനം അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് പോലെ തന്റെ മക്കള്, തന്റെ കുടുംബം സന്തോഷത്തിലായി കഴിയണം. അതിനുവേണ്ടി ജീവിതം സന്തോഷത്തിലായി കഴിയാൻ നമ്മൾ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മീഡിയ സിറ്റി സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാം
അള്ളാഹു വിജയത്തിലാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.